കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഉച്ച സമയത്തൊരു മിന്നലും ഇടിയും നമ്മളെ പുലിക്കണ്ണി ഭാഗത്ത് ഏകദേശം എല്ലാ വീടുകളിലും ടി വിയും അതുപോലെ വീട്ടുപകരണങ്ങൾ നശിക്കുകയും ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള വയറിങ്ങും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു മിന്നലായിരുന്നു. എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ ടി വി, സെറ്റ് ഓഫ് ബോക്സ്, ഒരുപാട് ഉപകരണങ്ങൾ അതുപോലെ വയറിങ് ചെയ്യുന്ന ചില സ്ഥലങ്ങളൊക്കെ അപകടം വരികയും ഞാനത് പിറ്റേ ദിവസം തന്നെ അതിന് ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് ഇതൊക്കെ ശരിയാക്കുകയും എന്നിട്ട് മീറ്ററിൽ ഭാഗത്ത് അവർ നോക്കിയിട്ട് പറഞ്ഞു ഈ മീറ്ററിൻ്റെ പ്രശ്നമാണ്, മീറ്റർ ഒരേ കണക്കിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഭയങ്കരമായിട്ട് വരുമെന്ന് പറയും. അങ്ങനെ ഞാൻ അന്ന് ഇവിടെ വന്നു, ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്നു, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ ഫോൺ നമ്പരും കൺസ്യൂമർ നമ്പരും കൊടുത്ത്. അപ്പോൾ ഞാൻ ഈ സംഭവം അറിയുന്നത് നമ്മുടെ ഫ്രണ്ട് ഓഫീസിൻ്റെ മുന്നിൽ ഒരു കൺസ്യൂമർ ഭാവിച്ച് കിടക്കുന്നു എന്നറിഞ്ഞ അനുസരിച്ച് ഞാൻ അയാളെ കാണാനായിട്ട് അവിടെ ചെന്നു. പക്ഷേ അയാൾ എഴുന്നേറ്റ് വന്നു, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് ഈ പരാതി പറയാനോ ഒന്നും തയ്യാറല്ല. ഇത് ഞാൻ അറിഞ്ഞൊരു പരാതി പോലും ഇല്ല. ഈ ACM രീതിയിൽ ഞാനോ ഏയിടത്തോ ഇതിലൊരു പരാതി വന്നില്ല. ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്നു, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ ഫോൺ നമ്പരും കൺസ്യൂമർ നമ്പരും കൊടുത്ത് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്രസ്സ് വേണമെന്ന് വെച്ചാൽ വേണ്ട, ഈ നമ്പർ വെച്ച് ഇത് എടുത്തോളാം എന്ന് പറഞ്ഞു. ആ രീതിയിൽ പോയതിന് ശേഷം പിറ്റേ ദിവസം വിളിച്ച് എല്ലാ ദിവസവും ഇതുമായിട്ട്, അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ പനിയായിട്ട് കിടപ്പായി. ഈ കിടക്കുന്ന ആൾ ഞാൻ വേറെ വെളിയിൽ ഒരിടത്തും പോയില്ല. പക്ഷേ എൻ്റെ വണ്ടിയിൽ ഞാൻ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. അങ്ങനെ ഇന്നലെ വരെ വന്നു പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കണം. ഞാൻ റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. ഇത് ഇന്നലെ രാത്രി ഒട്ടും വയ്യായിരുന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് പോയി, ഒന്ന് വന്ന് രാവിലെ ഒന്ന് നോക്കണേ, എനിക്ക് ഒരു ബൾബ് പോലും അവിടെ ഇടാൻ വയ്യ. എൻ്റെ മൊബൈൽ ചാർജ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റില്ല, ഒരു ഇതുപോലും ഇല്ല. ആ രീതിയിൽ മൊബൈൽ വീട്ടിലായാലും ഒരു കാര്യം ഒന്നും നടക്കാത്തൊരവസ്ഥയിൽ ഇവിടെ വന്ന് യാചിക്കണം. നമ്മളെയൊക്കെ യാചിക്കണം എന്ന് പറയുന്ന ആ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് കളിയായിട്ടാണ് നമ്മളെ കണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു. അപ്പോൾ ഇപ്പോഴാൾ വരും എന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പറയണ അത് എഞ്ചിനീയറെ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, വീട്ടിൽ കിടക്കത്തില്ല, പനിയാണ്, ഇവിടെ കിടക്കാം, ഇവിടെ കിടന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകാം. അല്ല, വീട്ടിൽ കിടന്നിട്ട് കാര്യമില്ല, എൻ്റെ വൈഫിനെ തൊട്ടടുത്ത വീട്ടിലാക്കിയിരിക്കുകയാണ്. അവിടെ ഒരു ഫാനോ അല്ലെങ്കിൽ ഒരു കുക്ക് ചെയ്യാനോ ഒന്നും നോക്കത്തില്ല. ആ അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം അവർക്ക് വീട്ടിൽ കറണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്താൽ അവർക്ക് 100 കാര്യങ്ങളാണ്. അപ്പം ഇതിനൊന്നും സമയമില്ല.